എല്ലാവരും മൊത്തം പ്രസന്നത കണ്ടാൽ നിങ്ങൾക്ക് ചോറ് കഴിച്ച് മാത്സ് പഠിക്കാനായിട്ടിരിക്കുകയാണ്. ശരിയല്ലേ? ആ പ്രസന്നത ഞാൻ കളയുന്നില്ല. ഞാൻ നിങ്ങൾക്കായി ഒരു പുതിയ ടോപ്പിക് കൊണ്ടുവന്നിരിക്കുകയാണ്. ശരിയല്ലേ? അത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ശക്തമായ ഒരു മഴ പെയ്യുന്നു. ശക്തമായ മഴ നിൽക്കുന്നില്ല, ആ ദിവസം നിൽക്കുന്നില്ല. അപ്പൊ പൊതുവെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, ആ നാളെ മിക്കവാറും എന്തായിരിക്കും, അവധിയായിരിക്കാം. ചിലപ്പോൾ ഒരു വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് അവധിയായിരിക്കാം, അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥമായി നിങ്ങൾ ചിന്തിക്കുന്നത് കറക്റ്റാണ്, ഒരു ഊഹമാണ്. ശരിയല്ലേ? ഒരു ചാൻസ് ആണ്, ചിലപ്പോൾ നടക്കാം, നടക്കാതിരിക്കാം. ശരിയല്ലേ? അപ്പൊ സാറ് പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്കും ഇതുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ സാറ് പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാണ് പ്രോബബിലിറ്റി. എന്താണ് പ്രോബബിലിറ്റി? ഓക്കെ, സാറ് പറഞ്ഞതുപോലെ എന്താണ് കണ്ട മഴ പെയ്യുന്നു, നിങ്ങൾ ചിന്തിക്കുകയാണ് നാളെ കളക്ടർ അവധി വരും. പക്ഷെ നിങ്ങൾ ചിന്ത മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കളക്ടർ അവധി കിട്ടുന്നതല്ല. ഒരു ഊഹമാണ്, ചാൻസ്. ആ ഒരു സംഭവം എന്ത് ചെയ്യാം, ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ എന്ത് ചെയ്യാം, നടക്കാതിരിക്കാം. ഓക്കെ, ഇതൊരു ചാൻസ് ആണ്. പ്രോബബിലിറ്റി എന്ന് പറയുന്നതാണ് ഈ ഒരു ചാൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുകയാണ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ സാറ് പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പൊ ഡൽഹിയിൽ 4 ദിവസം തുടരെ എന്ത് ചെയ്യാം, മഴ പെയ്യാം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. മഴ പെയ്യണമെന്ന് നിർബന്ധവുമില്ല. അവിടെ എന്താണ്, അവർ ഈവന്റ് എന്ത് ചെയ്യാം, ചിലപ്പോൾ നടത്താം, ചിലപ്പോൾ എന്ത് ചെയ്യില്ല, നടന്നില്ലെന്ന് പറയാം. ശരിയല്ലേ? അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത്, ആ ഒരു ചാൻസിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി നമുക്ക് എന്താണെന്ന് പറയാം. പ്രോബബിലിറ്റി ഈസ് ദ വേ ഓഫ് ഡിസ്ക്രൈബിംഗ് ആൻ ഈവന്റ്, അല്ലെ? അല്ലെങ്കിൽ ചാൻസ് ഓഫ് ആൻ ഈവന്റ് ഒക്കറിംഗ്. അതായത് ഒരു ഈവന്റ് നടക്കേണ്ട ചാൻസ്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ, സാർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ പറയാൻ പോവാണ്. സാർ ഒരു ബൗൾ എടുക്കണം. ബൗളാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിനകത്ത് നിറച്ച് സാർ എന്ത് ചെയ്യുന്നു, റെഡ് ബോൾസ് ഇടുകയാണ്. ഈ ബൗളിനകത്ത് നിറച്ച് എന്ത് ചെയ്യുന്നു, റെഡ് ബോൾസ് ഇടുന്നു. എന്നിട്ട് സാർ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ബൗളിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലൂ ബോൾ കിട്ടേണ്ട പ്രോബബിലിറ്റി എന്താണ്? അല്ലെങ്കിൽ ഇതിൽ നിന്ന് എടുക്കുന്ന ഒരു ബോൾ ബ്ലൂ ആവണമെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും എന്ന് നിങ്ങളടുത്ത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇതിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ബോൾ കിട്ടാൻ പോകുന്നില്ല. കാരണം ഈ ബോൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഫുള്ള് എന്താണ്, കറക്റ്റ് ആണ്. അപ്പോ ഇതിൽ ഉറപ്പായിട്ട് ഏത് ബോൾ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതായിരിക്കും, കറക്റ്റ് ആയിരിക്കും. ഒരിക്കലും ഇതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും, ബ്ലൂ ബോൾ കിട്ടേണ്ട പ്രോബബിലിറ്റി എന്തായിരിക്കും, അവിടെ 0 ആയിരിക്കും. ശരിയല്ലേ? സോ ഇതിനാലും നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയുന്ന എന്താണ്, ഒരു ഈവന്റ് ആണ്. ശരിയല്ലേ? ശ്രദ്ധമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈവന്റ് പറയാൻ കഴിയും. ഇതേപോലെ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഞാൻ വീണ്ടും സാധ്യത ചെയ്യുന്നു, ഒരു ബോൾ എടുക്കുന്നു. ഓക്കെ, ഈ ബോളിനകത്ത് സാധനം ചെയ്യുന്നു, ഒരു 4 ഗ്രീൻ ബോളും ഒരു യെല്ലോ ബോൾ ഇടുക. ഓക്കെ, 4 ഗ്രീൻ ബോളും ഒരു യെല്ലോ ബോൾ ഇടുക. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതായിരിക്കും, എടുക്കാൻ ചാൻസ് ഉള്ളത് ഗ്രീൻ ബോളായിരിക്കും. ശരിയല്ലേ? എന്ത് യെല്ലോ കിട്ടില്ലെന്നാണ്, യെല്ലോ ഉറപ്പായിട്ട് കിട്ടും. പക്ഷെ എന്താണ്, അത് പ്രോബബിലിറ്റി അല്ലെങ്കിൽ യെല്ലോ കിട്ടേണ്ട ചാൻസ് എന്താണ്, വളരെ എന്താണ്, കുറവാണ്. ശരിയല്ലേ? ഏറ്റവും കൂടുതൽ ബോൾ ഗ്രീൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ അത് ഗ്രീൻ പറയാതെ. അപ്പൊ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ചാൻസ് ആണ്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയുന്നില്ല എന്താണ്, ഗ്രീൻ ബോൾ തന്നെ കിട്ടണമെന്ന്. യെല്ലോ കിട്ടും, പക്ഷെ എന്താണ്, യെല്ലോ കിട്ടേണ്ട പ്രോബബിലിറ്റി അവിടെ എന്താണ്, കുറവാണ്. ഗ്രീനിനെ സംബന്ധിച്ച് യെല്ലോ കിട്ടേണ്ട പ്രോബബിലിറ്റി എന്താണ്, വളരെ കുറവാണ്. അപ്പൊ പ്രോബബിലിറ്റി എന്താണെന്ന് കേട്ടിട്ടില്ലേ? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചാൻസ് ആണ്. ഒരു ഈവന്റ് നടത്താൻ ഒപ്പം ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയുന്ന ചാൻസിനാണെന്ന് പറഞ്ഞത് സിംപ്ലി പറഞ്ഞാൽ എന്ന് പറയാം, ഒരു ചാൻസ് എന്ന് പറയാം. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു ചാൻസ്. അപ്പൊ പ്രോബബിലിറ്റി എന്താണെന്ന് ഒരാൾക്ക് പറയാൻ ലഭിച്ചു. പ്രോബബിലിറ്റി എന്താണ്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു ഈവന്റ് കിട്ടുന്ന ചാൻസ്, അല്ലെങ്കിൽ ആ ഈവന്റ് നമുക്ക് എന്ത് ഔട്ട്കം കിട്ടുന്നതാണ്